ശിലയിൽ നിന്നും ഉണരുന്നീ എന്റെ ഗന്ധർവനാ വരൂ നീ പുഴയും മലർവനിയിലും തണുത്തലിയും നീതാ രജനീ നിന്നെ അറിയാൻ ഫ്രണ്ട്സ്, നമ്മളിന്ന് കുഷ്ബു ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകണം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതാണ് ഞാൻ കുഷ്ബു ഇഡ്ഡലി എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇന്നലെ അരച്ചു വെച്ചതാണ്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും അരച്ചിട്ടില്ല. കുറച്ച് അരി, അതുപോലെ തന്നെ കുറച്ചധികം ഉഴുന്നും പിന്നെ കുറച്ച് ചോറും മാത്രം അരച്ച് വെച്ച് ഉപ്പ് ഇട്ട് വെച്ചതേ ഉള്ളൂ. നന്നായിട്ട് പൊങ്ങി ഫ്ലഫി ആയിട്ടുണ്ട്. എനിക്ക് എത്ര ഫ്ലഫിയാണ്, നല്ല പതയാണ്. ഞാൻ ഈ പത തന്നെ കോരിയാണ് ഒഴിച്ചാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകണം. നോക്കാം നമുക്ക്. ഞാനിത് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൽമൽ തുണി വിരിച്ചിട്ട്, നനച്ച തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും അത് അടിയിലൊന്നും ഒട്ട് പിടിക്കാതെ, അതുപോലെ തന്നെ പാത്രമൊന്നും വൃത്തികേടാകാതെ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് വാഷ് ചെയ്തെടുക്കാവുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും, മറിച്ചിടാനും എളുപ്പമാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെയാണ് ഈ ഇഡ്ഡലി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കുമ്പോൾ പറയാം, നോക്കി എത്ര നന്നായിട്ടാണ് വന്നേക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ച് ഇഡ്ഡലിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. തീർച്ചയായും ഉണ്ടാക്കണം. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 2-2.5 ഗ്ലാസ് അരി എടുത്തു. അതിനോടൊപ്പം തന്നെ ഒരു 3/4 ഗ്ലാസ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു അര ഗ്ലാസ് ചോറും കൂടെ ചേർത്ത് അരച്ചതാണ്. വെളുത്ത ചോറാണ് അരച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വൈറ്റ് കളറിലുള്ള ഇഡ്ഡലിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ 1-2 ഉലുവായും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ അതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കഴിച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റും സ്പോഞ്ചിനെസ്സും ഒക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായും തയ്യാറാക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാൻ ഒരു തട്ടേ ആദ്യം വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് പൊങ്ങുമ്പോൾ അതിൻ്റെ അടിയിലെത്തേത് നന്നായിട്ട് വരില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ സെറ്റായിട്ടാണ് ഇനി ഒഴിക്കാൻ പോകുന്നത്. കണ്ടു നോക്കി, ഒന്ന് ഇരിക്കും തോറും വീണ്ടും വീണ്ടും അത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് തരിയോടുകൂടിയാണ് അരച്ചത്. അപ്പോൾ അത് വീണ്ടും ഉണ്ടാക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ ഉഴുന്നരയ്ക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ട് അതിനോടൊപ്പം കുറച്ച് റവയും കൂടെ ചേർത്ത് ഞാൻ ഉഴുന്നുവടയും കൂടെ ഉണ്ടാക്കാറുണ്ട്. ഈ പാത്രം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നോക്കണം. ഇത് ഞാൻ ഹോക്കിൻസിൻ്റെ ഒരു മിനി പാൻ പ്ലസ് സെർവിങ് ഡിഷായിട്ട് വാങ്ങിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വറക്കാനും പൊരിക്കാനും കറി വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. തീരെ ചെറുതാണ്, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇതായിട്ട് നോക്കുമ്പോൾ ലിമിറ്റേഷൻ. അപ്പം ഞാനിതിനകത്ത് വട ഉണ്ടാക്കി നല്ല ഫ്ലഫിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വടയും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് വട ഉണ്ടാക്കി ഞാൻ ഉഴുന്നിനോടൊപ്പം തന്നെ പച്ചമുളകും ഇഞ്ചി കറി ലീവ്സ് എല്ലാം കൂടെ അരച്ച് ചേർത്ത്, ഉള്ളിയെല്ലാം കൂടെ അരച്ച് ചേർത്തിട്ടാണ് അതിനോടൊപ്പം കുറച്ച് റവയും കൂടെ ഉണ്ടാക്കിയത്. ഇത് കണ്ട തിളയ്ക്കുന്ന സാമ്പാർ, എന്തിനു വേണ്ടി തിളയ്ക്കുന്നില്ല, നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണിത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇന്ന് ഇഡ്ഡലി, സാമ്പാർ, അതോടൊപ്പം തന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ബ്രഞ്ചാണ്. ഇതുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചേക്കുന്ന ഒരു ഫ്ലവർ പോട്ടാണ്, കപ്പിൻ്റെ സൈസിലാണ്. പിന്നെ നമ്മുടെ ഇഡ്ഡലി, വട, കോഫി, അതുപോലെ തന്നെ സാമ്പാർ, ചട്നി. നോക്കി എത്ര ഫ്ലഫിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുഷ്ബു ഇഡ്ഡലിയാണ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ തമിഴ്നാടൻ കുഷ്ബു ഇഡ്ഡലി, അതേപോലെ തന്നെ നമ്മുടെ കേരള ഇഡ്ഡലി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രഞ്ച് കേക്ക് കഴിച്ചാലും മതി വരാത്ത പോലെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നല്ല ടേസ്റ്റായിട്ട് സാമ്പാറും ചട്നിയും എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും തയ്യാറാക്കി നോക്കണം, മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ എൻജോയ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ ഇഡ്ഡലി ഉണ്ടാക്കിയ ശേഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ താങ്ക് യു ഫ്രം മാഗീസ് കിച്ചൺ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
കമൻറ്റ് ചെയ്യണം. താങ്ക് യു. തലയുന്നിതാ രജനി നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയായലയും കടഞ്ഞാൻ ഗൈസ്, നമ്മുടെ ഇഡ്ഡലി സാമ്പാറും കഴിക്കുന്ന സീനാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ.